നിങ്ങൾ ദിവസവും നിങ്ങളോട് പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മൾ നമ്മളോട് തന്നെ ദിവസവും പറയുന്ന വാക്കുകളാണ്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാൻ മറ്റുള്ളവരെ പോലെ നല്ലതല്ല, എന്റെ ജീവിതത്തിൽ ഒന്നും ശരിയാകുന്നില്ല. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളോട് നെഗറ്റീവ് കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ പതിയെ നമ്മുടെ ചിന്തകളിലും ആത്മവിശ്വാസത്തിലും അതിന്റെ സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളോട് തന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങൂ. പോസിറ്റീവ് അഫർമേഷൻസ് എന്നത് വെറുതെ നല്ല വാക്കുകൾ പറയുന്നതല്ല, നമ്മുടെ ശ്രദ്ധയെ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ശീലമാണ്. അപ്പോൾ ദിവസവും നിങ്ങളോട് പറയേണ്ട ചില വാക്കുകൾ നോക്കാം. ഒന്നാമത്, ഞാൻ മതിയായ ആളാണ്, എനിക്ക് എന്റെ മൂല്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യും. അവർക്കുള്ളത് എനിക്കില്ല, അവർ എന്നേക്കാൾ മുന്നിലാണ്, അവരെ പോലെ എനിക്കാകാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ മൂല്യം മറ്റൊരാളുമായി താരതമ്യം ചെയ്തുകൊണ്ട് തീരുമാനിക്കേണ്ട ഒന്നല്ല. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിലുപരി നിങ്ങൾ എത്ര ദൂരം മുന്നോട്ട് വന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് ദിവസവും സ്വയം പറയൂ, ഞാൻ മതിയായ ആളാണ്, എനിക്കെന്റെ മൂല്യമുണ്ട്. രണ്ടാമത്, എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ മാറ്റങ്ങളും പെട്ടെന്ന് കാണാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വളരെ ശ്രമിച്ചിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെന്ന് തോന്നാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. ചില മാറ്റങ്ങൾ പുറത്തല്ല, ആദ്യം നമ്മുടെ ചിന്തകളിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഇന്നലേക്കാൾ കുറച്ച് കാമായിരിക്കാം, ഒരു പ്രശ്നത്തോട് ഇന്നലത്തേക്കാൾ നന്നായി പ്രതികരിച്ചിരിക്കാം, ഒരു പഴയ ഹാബിറ്റ് കുറയ്ക്കാൻ തുടങ്ങിയിരിക്കാം. അതും മാറ്റമാണ്. അതുകൊണ്ട് പറയൂ, എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമത്, എനിക്ക് വരുന്ന ഓരോ വെല്ലുവിളിയും നേരിടാനുള്ള ശക്തി എനിക്കുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കണം എന്നല്ല, പ്രശ്നങ്ങൾ വന്നാലും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് പഠിക്കുകയാണ് പ്രധാനപ്പെട്ടത്. എല്ലാം നമ്മുടെ കൺട്രോളിലായിരിക്കില്ല, പക്ഷേ ഒരു സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നത് പലപ്പോഴും നമ്മുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ സ്വയം ഓർമ്മിപ്പിക്കൂ, ഈ സാഹചര്യവും ഞാൻ നേരിടും, എനിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ശക്തിയുണ്ട്. നാലാമത്, എന്റെ പഴയ തെറ്റുകൾ എന്നെ നിർവചിക്കുന്നില്ല. നമ്മൾ ചെയ്ത ചില തെറ്റുകൾ വീണ്ടും വീണ്ടും ഓർത്ത് സ്വയം കുറ്റപ്പെടുത്താറുണ്ട്. അന്നങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ. പക്ഷേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയില്ല, അതിൽ നിന്ന് പഠിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു തെറ്റ് സംഭവിച്ചതുകൊണ്ട് നിങ്ങൾ ഒരു മോശം വ്യക്തിയാകുന്നില്ല. അതുകൊണ്ട് പറയുക, എന്റെ പഴയ തെറ്റുകൾ എന്നെ നിർവചിക്കുന്നില്ല, അവയിൽ നിന്ന് ഞാൻ പഠിക്കുന്നു. അഞ്ചാമത്, ഞാൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു. ഗ്രോത്ത് എന്നത് എല്ലായ്പ്പോഴും വലിയ വിജയങ്ങളായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ ക്ഷമയോടെ പെരുമാറുന്നതായിരിക്കും ഗ്രോത്ത്. ചിലപ്പോൾ അൺനെസസറി ആർഗ്യുമെന്റ്സ് ഒഴിവാക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് എടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നതായിരിക്കും. ഇതെല്ലാം വളർച്ച തന്നെയാണ്. അതുകൊണ്ട് ദിവസവും പറയൂ, ഞാൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു. ആറാമത്, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ എനർജിയുടെ വലിയൊരു ഭാഗം നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണ് പോകുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് പറയും, കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു, ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നത് എന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് സ്വയം ചോദിക്കൂ, ഇതെന്റെ കൺട്രോളിലാണോ, അല്ലെങ്കിൽ അതിനെ വിട്ടുകളയാൻ പഠിക്കൂ. ഏഴാമത്, ഞാൻ എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നില്ല. എന്റെ യാത്ര എന്റേതാണ്. ഒരാൾ വേഗത്തിൽ മുന്നോട്ടു പോകുന്നു എന്നതുകൊണ്ട് നിങ്ങൾ പിന്നിലാണെന്ന് അർത്ഥമില്ല. ഓരോരുത്തരുടെയും ടൈമിംഗ് വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതവുമായി കമ്പയർ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഇന്നലത്തെ നിങ്ങളെക്കാൾ ഇന്ന് കുറച്ചുകൂടി മുന്നോട്ടു പോയാൽ അതാണ് നിങ്ങളുടെ പ്രോഗ്രസ്. അതുകൊണ്ട് പറയൂ, എന്റെ യാത്ര എന്റേതാണ്, എനിക്കെന്റെ സമയത്ത് വളരാൻ കഴിയും.
എട്ടാമത്, ഇന്ന് പുതിയ അവസരങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ചിലപ്പോൾ പഴയ അനുഭവങ്ങൾ കാരണം പുതിയ കാര്യങ്ങളെ പേടിക്കും. ഇത് വീണ്ടും പരാജയപ്പെട്ടാൽ ആളുകൾ എന്തു പറയും എന്ന ചിന്ത നമ്മളെ പല അവസരങ്ങളിൽ നിന്നും പിന്നോട്ട് നിർത്തും. എല്ലാ അവസരങ്ങളും സ്വീകരിക്കണം എന്നല്ല, പക്ഷേ ഭയം കാരണം മാത്രം നിങ്ങളുടെ മുന്നിലുള്ള നല്ല സാധ്യതകളെ തള്ളിക്കളയാതിരിക്കാൻ പഠിക്കണം. പറയുക, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ഒമ്പതാമത്, എന്റെ മനസ്സ് ശാന്തമാണ്. എന്റെ ചിന്തകൾ വ്യക്തമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉടൻ ഉത്തരം കണ്ടെത്തണമെന്നില്ല. ചില കാര്യങ്ങൾക്ക് സമയം വേണം. അതുകൊണ്ട് എല്ലാം ഒരേ സമയം സോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ കുറച്ച് ശാന്തമായിരിക്കാൻ നിങ്ങളെ അനുവദിക്കൂ. ശാന്തമായ മനസ്സിലാണ് പലപ്പോഴും ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. എന്റെ മനസ്സ് ശാന്തമാണ്. എന്റെ ചിന്തകൾ വ്യക്തമാണ്. അവസാനമായി, ഞാൻ സന്തോഷത്തിനും വിജയത്തിനും അർഹനാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കും, പക്ഷേ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ സംശയിക്കും. എനിക്കിത് കിട്ടുമോ? ഞാൻ ഇതിന് അർഹനാണോ? അതെ, നിങ്ങൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും വിജയത്തിനും അർഹതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സെൽഫിഷ് അല്ല, അത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് ദിവസവും പറയൂ, ഞാൻ സന്തോഷത്തിനും വിജയത്തിനും അർഹനാണ്. ഒടുവിൽ ഒരു കാര്യം മാത്രം ഓർക്കൂ, ഈ അഫർമേഷൻസ് ഒരു ദിവസം പറഞ്ഞുകൊണ്ട് ജീവിതം പെട്ടെന്ന് മാറണമെന്നില്ല. പക്ഷേ നമ്മൾ ദിവസവും ആവർത്തിക്കുന്ന വാക്കുകൾ പതിയെ നമ്മുടെ ശ്രദ്ധയെയും ചിന്തകളെയും മാറ്റാൻ സഹായിക്കും. അതുകൊണ്ട് രാവിലെ കുറച്ച് സമയം, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് ഈ വാക്കുകൾ ശാന്തമായി നിങ്ങളോട് തന്നെ പറയൂ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിലും പറയൂ. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവശ്യമുള്ളത് എല്ലാം ശരിയായിരിക്കുമ്പോഴല്ല, എല്ലാം ശരിയല്ലാത്ത ദിവസങ്ങളിലാണ്. അന്ന് നിങ്ങളോട് തന്നെ പറയൂ, എനിക്കിത് നേരിടാൻ കഴിയും. ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ യാത്ര എൻ്റേതാണ്. എനിക്കെൻ്റെ മൂല്യമുണ്ട്. ചെറിയ വാക്കുകളാണ്, പക്ഷേ ദിവസവും നമ്മൾ നമ്മളോട് പറയുന്ന ഈ ചെറിയ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകാൻ കഴിയും. ഇത്തരം കൂടുതൽ മനഃശാസ്ത്രവും മോട്ടിവേഷൻ വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.